ഇന്ന് രാത്രിയിൽ എല്ലാവർക്കും വലിയവനായ ദൈവം തന്റെ കരം നീട്ടി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായി വളരെ പരിചിതമായ ഒരു വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായി 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഫസ്റ്റ് ക്രോണിക്കിൾ ചാപ്റ്റർ 4, 1 ദിനവൃത്താന്തം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങള് ഇന്ന് രാത്രിയിലെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വേദഭാഗം പ്രിയ ജെയിംസ് ഷൈന് ശബ്ദമുയർത്തി വായിക്കുന്നതായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ യബേസ് എന്ന് പേരിട്ടു. യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നുവെന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ ആ ദൈവവചനത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, നിന്റെ ജനവുമായി അടിയൻ തിരുസന്നിധിയോട് വീണ്ടും അടുത്തു വരുന്നു കർത്താവേ. ഹല്ലേലൂയ. നിത്യജീവന്റെ മൊഴികളെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ബലപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവമേ, ഇന്ന് രാത്രിയിൽ അല്പസമയത്തെ ചിന്തയ്ക്കായി ഞങ്ങൾ വായിച്ച ഈ ദൈവവചന ഭാഗത്തെ തൃക്കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നപ്പാ. തിരുവചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട വചനമാകയാൽ ആ വചനത്തിന്റെ അനുഗ്രഹം ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിപ്പാൻ സ്വർഗം ഇടയാക്കുമാറാകണമേ എന്നവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തനായി ഞങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്യുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നാം ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തയ്ക്കായി വായിച്ച ഈ വേദഭാഗം നമുക്കൊക്കെ വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. ഈ വേദഭാഗത്തിലൂടെ വ്യത്യസ്ത സമയങ്ങളിൽ അനുഗ്രഹീതരായ കർത്താവിന്റെ ശ്രേഷ്ഠദാസരിലൂടെ പിൽക്കാലങ്ങളിൽ പലപ്പോഴും നമ്മൾ വചനം കേട്ടിട്ടുള്ളവരാണ്. എങ്കിലും ഈ വേദഭാഗത്തിൽ നിന്ന് എന്നെ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളൂടെ ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഈ വേദഭാഗത്തിൽ നാം ചിന്തിക്കുന്ന ഈ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന്, വിടുതലിന്, ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം, ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായം മുതൽ അതിന്റെ 9-ാം അധ്യായം വരെയുള്ള 9 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ 1-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ ഹല്ലേലൂയ, നമുക്കറിയാം ആദാം മുതലുള്ള ഹല്ലേലൂയ ജീനിയോളജി, വംശാവലിയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ഈ പറയപ്പെട്ട വംശാവലിയിൽ ഏകദേശം 600-ലധികം വ്യക്തികളുടെ പേരുകൾ ഈ വംശാവലിയില് രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ 1 മുതൽ അതിന്റെ 9-ാം അധ്യായം വരെയുള്ള ഈ 9 അധ്യായങ്ങളിൽ 600-ൽ പരം പ്രഗത്ഭരായ ദൈവം ഉപയോഗിച്ചിട്ടുള്ളതായ പലരുടെയും 600-ലധികം ആളുകളുടെ പേരുകൾ പറയുന്നതിന്റെ ഇടയിൽ അതിന്റെ 4-ാം അധ്യായത്തിൽ അതിന്റെ മിഡിൽ ഭാഗത്തായിട്ട് ഈ 600 പേരിൽ ഒരുവനെ ആത്മാവ് അവരിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ആ വ്യക്തിത്വത്തിന്റെ ഒരു പ്രത്യേകത ദൈവജനത്തെ വിശേഷമായി ആത്മാവ് ഈ ഭാഗത്ത് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിത്വത്തിന്റെ പേര് യബേസ് എന്നാണ് ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
കഴിയുന്നത് സ്തോത്രം. ഇതിനു മുമ്പോ ഇതിനു ശേഷമോ ഹല്ലേലൂയ ഇദ്ദേഹത്തെ കുറിച്ച് ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ രണ്ടു വാക്യങ്ങളിൽ ഹല്ലേലൂയ ആ വംശാവലി പറയുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തെ ഒന്ന് പുറത്ത്, ആ വംശാവലിയിൽ നിന്നൊന്ന് പുറത്തു കൊണ്ടുവന്ന് ആത്മാവ് ചൂണ്ടിക്കാണിക്കുന്ന ചില വസ്തുതകൾ ഈ ദൈവ മനുഷ്യനെ കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. എബേസ് എന്ന് പറയുന്ന ഈ ദൈവമനുഷ്യന്റെ ഹല്ലേലൂയ ഒരു ചെറിയ പ്രാർത്ഥനയാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്ന സത്യസന്ധമായ ഒരു ചെറിയ പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം ഹല്ലേലൂയ. Glory to God. Praise the Lord. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതായ ഒരു വാക്യമാണ് വായിച്ച ആ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അത് ഹല്ലേലൂയ അവൻ അപേക്ഷിച്ചത് ദൈവം അവന് നൽകി എന്നുള്ളതാണ്. സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അവൻ അപേക്ഷിച്ചത് ഹല്ലേലൂയ അവൻ എന്താണ് അപേക്ഷിച്ചതെന്ന് ഉള്ളത് അവിടെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ അവൻ അപേക്ഷിച്ചത് ദൈവം അവന് നൽകുവാനായിട്ട് ഇടയായി. സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ആ പ്രത്യേകമായ ഭാഗത്തു നിന്ന് ഒരിക്കലൂടെ ഞാൻ ദൈവമക്കളോട് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. നിഷ്കളങ്കമായ ഹൃദയത്തോട് സത്യസന്ധമായുള്ള നമ്മുടെ ഒരു ചെറിയ വാക്കുകൾ പോലും ഹല്ലേലൂയ ഏറ്റെടുത്ത് നമുക്ക് മറുപടി നൽകുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട് എന്നുള്ളത് നാം ഒരിക്കലും മറന്ന് പോകരുത്. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ചില വേദനകൾ, ചില ഭാരങ്ങൾ, ചില ആവശ്യങ്ങൾ ഹല്ലേലൂയ ഓ ഗ്ലോറി ടു ഗാഡ് വ്യസനത്തോടുകൂടെ തന്നെ നാം ദൈവത്തോട് അത് അറിയിക്കുമ്പോൾ ഹല്ലേലൂയ അതതുപോലെ ഏറ്റെടുത്ത് നമുക്ക് മറുപടി നൽകുന്ന കർത്താവിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഇവിടെ എബേസിന് അവൻ ചോദിച്ചതാണ് കൊടുത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഹല്ലേലൂയ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഹല്ലേലൂയ അത്യന്തം പരമായി ഹല്ലേലൂയ ഗ്ലോറി ടു ഗാഡ് നമുക്ക് നൽകുന്നവനാണ് നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഈ പ്രത്യേകമായ വേദഭാഗം നമ്മൾ ഇന്ന് രാത്രിയിൽ ശാന്തമായി തുടർന്നുള്ള അല്പ മിനിറ്റുകൾ നാം ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ എന്തുകൊണ്ടാണ് ഹല്ലേലൂയ ഈ ദൈവമനുഷ്യന്റെ ഈ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ തന്നെ ദൈവം മറുപടി കൊടുത്തു എന്ന് ഹല്ലേലൂയ നാം ഇവിടെ വായിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എബേസിന്റെ ജീവിതത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യഭാഗത്തെ ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ എബേസിന്റെ പ്രാർത്ഥനയുടെ ചില വിശേഷതകൾ ഹല്ലേലൂയ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. തന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് താൻ ദൈവത്തോട് അപേക്ഷിച്ച പ്രാർത്ഥനയെക്കുറിച്ച് ആ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ എബേസ് പറയുന്ന വാക്ക് നാം വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അവിടെ തന്നെ അത് വളരെ വ്യക്തമാണ്. ഹല്ലേലൂയ. എബേസിന്റെ പ്രാർത്ഥനയുടെ പ്രാരംഭമായ ഏറ്റവും വലിയ വിശേഷത എന്ന് പറയുന്നത് സ്തോത്രം it was a prayer with a confidence. hallelujah. praise the lord. പ്രത്യാശാജനകമായ ഒരു പ്രാർത്ഥനയായിരുന്നു തന്റെ പ്രാർത്ഥന എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. അവന് നല്ല ഉറപ്പായിരുന്നു, നിശ്ചയമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. താന് ഇസ്രായേലിന്റെ ദൈവത്തോടാണ് ചോദിക്കുന്നത്, അവൻ മറുപടി നൽകും എന്നുള്ള നിശ്ചയമായ ഒരു ഉറപ്പ് തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതായി നമുക്ക് ആ പ്രാർത്ഥനയിൽ കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗാഡ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവമക്കളോട് ഞാൻ വ്യക്തമായി ഒരിക്കലൂടെ ഓർപ്പിക്കട്ടെ, നാം എപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുന്ന ദൈവം ആര് എന്നുള്ളത് വ്യക്തമായി തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ഒരു നിശ്ചയത്തോടെ ഹല്ലേലൂയ ഒരു ഉറപ്പോടെ ഹല്ലേലൂയ ഒരു കോൺഫിഡൻസോടെ
നിശ്ചയത്തോടെ ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര പേർ ഹൃദയം നിറഞ്ഞ് നമ്മളൊക്കെ വിവിധ സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഇരുന്നാണ് നമ്മൾ ഈ ദൈവവചനം കേൾക്കുന്നത്. എന്നാൽ ഒരു കാര്യം മറക്കരുത്, നമ്മൾ എത്ര ദൂരെ വ്യത്യസ്തമായ ഭവനങ്ങളിൽ ഇരുന്ന് ഇത് കേൾക്കുമ്പോഴും നമ്മുടെ നടുവിൽ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേർക്ക് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ആ നിശ്ചയമുണ്ട്, ഇന്ന് രാത്രിയിൽ എന്നെ നിശ്ചയമായും എന്റെ കർത്താവ് അനുഗ്രഹിക്കുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ആരിലെങ്കിലും അധികമായി നമുക്ക് ആശ്രയം വെക്കുവാൻ ഉണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, നാം സേവിക്കുന്ന നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. അവനിൽ മാത്രമാണ് നമുക്ക് വിശ്വസിപ്പാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിശ്ചയത്തോടെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് പോലും പറയുമ്പോൾ ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് എന്താണ്? ദർശനത്തിന് നബി വെച്ചിരിക്കുന്നു, അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. നീ താമസിച്ചാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. ഹല്ലേലൂയ. സംശയമില്ലാത്ത ഒരു കാര്യം നമുക്ക് എവിടെയെങ്കിലും വിശ്വസിക്കുവാനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവിൽ മാത്രമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് വിശ്വസിക്കാം, കർത്താവിന്റെ കരങ്ങളിൽ നാം ഏൽപ്പിക്കുന്ന ഓരോ വിഷയങ്ങളും അവൻ കേൾക്കുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്, അവൻ കാണുന്നുണ്ട്, അവൻ എല്ലാം അറിയുന്നുണ്ട്. ഹല്ലേലൂയ. നിശ്ചയമായി നമുക്ക് വിശ്വസിക്കാം, എബേസിനെ പോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ കർത്താവ് നമുക്ക് മറുപടി നൽകും. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. രണ്ടാമതായി ആ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് ഹല്ലേലൂയ തന്റെ പ്രാർത്ഥനയുടെ മറ്റൊരു വിശേഷത എന്ന് പറയുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. അവൻ പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ നീ എനിക്ക് ചെയ്താൽ കൊള്ളായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഓ ദൈവത്തോട് അവൻ തന്റെ അപേക്ഷ അറിയിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ പറയുകയായിരുന്നു, നീ ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു പിടിവാശി വെച്ച് ഒരു വിഷയത്തിന് വേണ്ടി അവന് കമാൻഡ് ചെയ്യുകയല്ല. ഹല്ലേലൂയ. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത്, ദൈവമേ നിന്റെ ഹിതമാണെങ്കിൽ ഹല്ലേലൂയ എനിക്കത് ലഭിക്കും എന്നുള്ള ദൈവത്തിന്റെ ഹിതത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനയായിരുന്നു എബേസിന്റെ പ്രാർത്ഥന എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ നീ അത് തന്നെങ്കിൽ കൊള്ളായിരുന്നു, നീ എനിക്കത് ചെയ്തിരുന്നുവെങ്കിൽ, നീ എനിക്കത് ഹല്ലേലൂയ ഒന്ന് തുറന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ദൈവമേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിനക്കത് താല്പര്യമുണ്ടെങ്കിൽ, അത് നിന്റെ ഹിതമാണെങ്കിൽ ഹല്ലേലൂയ എനിക്കത് ലഭിച്ചാൽ മതി എന്നുള്ള ഒരർത്ഥമാണ് നമുക്കവിടെ മൂലഭാഷയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടിയുള്ള കോൺഫിഡൻസോടുകൂടിയുള്ള ഒരു പ്രാർത്ഥനയായിരിക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ വിശേഷത എന്ന് പറയുന്നത് ഹല്ലേലൂയ പൂർണ്ണമായ ദൈവത്തിന്റെ ഹിതത്തിൽ, ദൈവത്തിന്റെ പ്ലാനിൽ, ദൈവത്തിന്റെ വില്ലിൽ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനയായി നമുക്ക് ഈ പ്രാർത്ഥനയെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം എന്ത് നമ്മുടെ കർത്താവിനോട് ചോദിച്ചാലും, നാം എന്ത് അപേക്ഷിച്ചാലും വിശ്വാസം അതിൽ ഉള്ളപ്പോൾ തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ നാം ഒരിക്കലും മറന്നുപോകരുത്, ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം നമ്മുടെ ജീവിതത്തിൽ മതി എന്നുള്ള ഒരു തലത്തിലേക്ക്, ആത്മീക മച്യൂരിറ്റിയിലേക്ക് നമുക്ക് വളരുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അത് പറഞ്ഞു അവിടെ നിർത്തട്ടെ. ഹല്ലേലൂയ. മൂന്നാമതായി ഈ പ്രാർത്ഥനയുടെ വിശേഷത ഹല്ലേലൂയ രണ്ട് കാര്യങ്ങൾ എബേസിനെ ബന്ധപ്പെടുത്തി നമ്മൾ ഇവിടെ കണ്ടുവെങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമതായി ഈ പ്രാർത്ഥനയിലുള്ള ഏറ്റവും വലിയ വിശേഷത എന്ന് പറയുന്നത് ദൈവം എബേസിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ വിശ്വാസമുണ്ടായിരുന്നു, ദൈവത്തിന്റെ ഹിതത്തിൽ അധിഷ്ഠിതമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിരുന്നു എന്നുള്ളത് സത്യമായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നാം വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു തലമാണ്
പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്തോത്രം. ഇത് രണ്ടും തന്നിൽ താൻ ദൈവത്തോട് ചെയ്ത കാര്യങ്ങളായിരിക്കുമ്പോൾ മൂന്നാമത്തെ വസ്തുത എന്ന് പറയുന്നത് ദൈവം യബ്ബേസിനെ കുറിച്ച് സാക്ഷിച്ച ഒരു സാക്ഷ്യവാചകമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നാം ഒരിക്കലും മറന്നു പോകരുത്. നമ്മിൽ വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ, നാം ദൈവഹിതത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ, ഹല്ലേലൂയ, ഒരിക്കലും മറക്കരുത്, ദൈവം നമ്മെയും നോക്കുന്നു എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ആദ്യ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് ഹാബേലിലെ കായിനെ കുറിച്ചുള്ള ദൈവസന്നിധിയിൽ അവർ വന്ന് അർപ്പിച്ച യാഗത്തെ ബന്ധപ്പെടുത്തി ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സത്യമുണ്ട്. ഹല്ലേലൂയ. ആദ്യം ദൈവം നോക്കിയത്, ഹല്ലേലൂയ, അവർ അർപ്പിച്ച യാഗത്തിലല്ല. സ്തോത്രം. ഹല്ലേലൂയ. വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. കായീനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. ഹല്ലേലൂയ എന്ന് വ്യക്തമായി നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം ഇതൊക്കെയും ആ ദൈവവചനത്തിന്റെ പ്രിൻസിപ്പിളിൽ ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ തന്നെ ദൈവം നമ്മെയും വ്യക്തിപരമായി നോക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, യബ്ബേസിനെ സംബന്ധിച്ച് ഇവിടെ യബ്ബേസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, വ്യസനപുത്രൻ, ഹല്ലേലൂയ, അല്ലെങ്കിൽ ദുഃഖം, വേദന എന്നൊക്കെയാണ് അവന്റെ പേരിന്റെ അർത്ഥം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ അവനെക്കുറിച്ച് ദൈവം സാക്ഷിക്കുന്ന ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, അവൻ അവന്റെ സഹോദരന്മാരെക്കാളൊക്കെ ഏറ്റവും മാന്യനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ദൈവമക്കളെ, ഹൃദയം നിറഞ്ഞ് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഈ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളോട് ഒരു ദൈവദാസൻ എന്ന നിലയിൽ ശക്തമായി ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നമ്മളെ കാണുന്നു, ദൈവം നമ്മളെ നോക്കുന്നു, ദൈവം നമ്മളെ അളക്കുന്നു, ദൈവം നമ്മുടെ ഓരോ നിലവുകളും കാണുന്നു എന്നുള്ള യാഥാർത്ഥ്യത നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഒരിക്കലും മറന്നു പോകരുത് എന്നിന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ദൈവം ഒരിക്കൽ, ഹല്ലേലൂയ, ശൗലിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, അനുസരണം യാഗത്തേക്കാൾ വിശേഷതയുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു മുഖമുദ്രയായത് മാറട്ടെ. ഹല്ലേലൂയ. എല്ലാം ഞാൻ ഒരു വശത്ത് ചെയ്യുമ്പോഴും എന്റെ ദൈവത്തോടുള്ള അഭിഭാഗ്യമായ ബന്ധം, ഹല്ലേലൂയ, ഞാനും എന്റെ ദൈവവുമായുള്ള ഉടമ്പടിയുടെ ബന്ധം എപ്രകാരമായിരിക്കുന്നു എന്നുള്ളത് നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ജീവിതത്തിൽ വളരെ ആവശ്യകരമായ ഒരു വസ്തുതയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഓരാബ ശരദനാരക. ഹല്ലേലൂയ. യബ്ബേസിനെ സംബന്ധിച്ച് ഒരു വശത്ത് അവന് വേദനയുടെ, കാലളീയ കട്ടതയുടെ, വിവിധ ഭാരങ്ങളുടെ, ഹല്ലേലൂയ, ഒക്കെ, ഹല്ലേലൂയ, ഒരു മേഖലയിലൂടെ കടന്നു പോകുന്നവനായിരുന്നെങ്കിൽ തന്നെയും അവൻ തന്റെ സഹോദരന്മാരെക്കാൾ വളരെ മാന്യനായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രത്യേകമായ പദം ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹി വാസ് എ ഹോണറബിൾ പേഴ്സൺ എന്നാണ് അവിടെ കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എബ്രായ ഭാഷയിൽ അതിന്റെ മൂലവാക്കിലെ അർത്ഥം നമ്മൾ പഠിക്കുമ്പോൾ ഈ പ്രത്യേക പദം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു മാനുഷിക വീക്ഷണത്തിലല്ല, അല്ലെങ്കിൽ ഒരു ഭൗമിക വീക്ഷണത്തിലല്ല ദൈവം ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വ്യക്തമായി എബ്രായ ഭാഷയുടെ അർത്ഥത്തിൽ നമ്മൾ ആ പദം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ പദത്തിന് വർത്തിയിരിക്കുന്നതായ പ്രത്യേകമായ അർത്ഥം, ഹല്ലേലൂയ, ഈ വാസ് എ ഹോളി മാൻ. ഹല്ലേലൂയ. അവൻ ഒരു വിശുദ്ധ മനുഷ്യനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അർത്ഥാൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹി വാസ് എ ബ്ലെയിംലെസ് മാൻ. ഹല്ലേലൂയ. ദൈവത്തിനായി പോരാടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മുടെ ആത്മീക ജീവിതം കർത്താവുമായി എപ്രകാരമായിരിക്കുന്നുവെന്നുള്ളത് ഓരോ ദിവസവും ഒന്ന് ശോധന ചെയ്യുവാൻ ദൈവാത്മാവ് നമ്മെ ഇന്ന് രാത്രിയിൽ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഒരു ഭക്തൻ ഒരിക്കൽ
ഒരിക്കൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ദൈവത്തെങ്കിൽ നിന്ന് ആരെങ്കിലും അനുഗ്രഹം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ബി കെയർഫുൾ അബൌട്ട് whose advice you listen. Hallelujah. അടുത്തതായി അദ്ദേഹം പറഞ്ഞു, ബി കെയർഫുൾ അബൌട്ട് who you hang around. Hallelujah. Be careful with whom you sit with. Hallelujah. നീ ആരുടെ ഉപദേശമാണ് കേൾക്കുന്നത്? നീ ആരോടൊപ്പമാണ് നടക്കുന്നത്? നീ ആരെയാണ് കേൾക്കുന്നത്? ഇതൊക്കെയും നമ്മുടെ അനുഗ്രഹത്തെ ബാധിക്കുന്നുവെന്നുള്ളത് വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്ന് പോകരുത്. സ്തോത്രം. ഹാലലൂയ. ഇന്ന് രാത്രി ഞാൻ ചലഞ്ചോടെ വിളിച്ചു പറയട്ടെ, ഈവൻ ദോ ഹി വാസ് എ മാൻ ഓഫ് സോറോ. ഹാലലൂയ. ജീവിതത്തിൽ വേദനയുള്ളൊരു മനുഷ്യനായിരുന്നെങ്കിലും, കഷ്ടതയുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിലും, വിവിധ തലത്തിൽ അവന്റെ ജന്മം മുതൽ അവന്റെ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലും, ദൈവത്തിന് വേണ്ടി വിരോധം നിൽക്കുന്ന ഒരു ദൈവ മനുഷ്യനായി ദൈവം അവനെ കാണുവാനായിട്ടിടയായി. ഹാലലൂയ. അതുകൊണ്ട് താൻ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ തന്നെ ദൈവം അവൻ അപേക്ഷിച്ചത് ദൈവം അവന് നൽകുവാനായിട്ട് ഇടയായി. സ്തോത്രം. ഹാലലൂയ. മനസ്സിലായ ദൈവമക്കള് ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്, നാലാമതായി എബേസിന്റെ പ്രാർത്ഥനയുടെ മറ്റൊരു വിശേഷത എന്ന് പറയുന്നത് സ്തോത്രം. ഹാലലൂയ. അവിടെ തന്നെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു. ഹാലലൂയ. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട്, തന്റെ ദൈവമെന്ന് പോലും അല്ല താൻ പറയുന്നത്, അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട്. ഹാലലൂയ. നമുക്കറിയാം, എബേസിന്റെ കാലഘട്ടവും മനുഷ്യൻ ആവശ്യങ്ങൾ കടന്നു വരുമ്പോൾ അവർ പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു വരുമ്പോൾ അന്നും മനുഷ്യൻ മറ്റു വഴികളെ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. സ്തോത്രം. ഹാലലൂയ. മനുഷ്യൻ കുറുക്കു വഴികൾ അവന്റെ പ്രശ്ന പരിഹാരത്തിനായി ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എബേസും ജീവിക്കുവാനായിട്ടിടയായത്. സ്തോത്രം. ഹാലലൂയ. എന്നാൽ തന്റെ ജീവിതത്തിന്റെ വിഷയവേളകളിൽ അവന് ഒരു കാര്യം വ്യക്തമായി അറിയാമായിരുന്നു. സ്തോത്രം. തന്റെ വിഷയത്തിന് ഇസ്രായേലിന്റെ ദൈവം പരിഹാരകനാണെന്നും അവന്റെ വിഷയത്തിന് ഇസ്രായേലിന്റെ ദൈവം മറുപടിയാണെന്നും ഹാലലൂയ വ്യക്തമായ ആഴമേറിയ ഒരു വിശ്വാസം എബേസിന് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. ഹാലലൂയ. ഇന്ന് രാത്രി ദൈവമക്കൾ മറന്നുപോകരുത്, ജീവിതത്തിൽ ആവശ്യങ്ങളില്ലാത്ത ആരുമില്ല ഈ ലോകത്തിൽ. നമുക്കെല്ലാം ഓരോ തലത്തിൽ ഓരോ നിലകളിൽ ഹാലലൂയ വ്യത്യസ്തമായ ആവശ്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നാം എന്നൊരിക്കലും നാം മറന്നുപോകരുത്. സ്തോത്രം. ഹാലലൂയ. ഹാലലൂയ. എക്കാലത്തും ഹാലലൂയ ശത്രുവിന്റെ ഏറ്റവും വലിയ ഒരു തന്ത്രമാണ് നാം ജീവിതത്തിൽ ഏറ്റവും പ്രതികൂല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചോദ്യചിഹ്നം പോലെ നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുമാറ്. ഹാലലൂയ. നീ പ്രാർത്ഥിച്ചിട്ട് നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുമാറ് മറ്റ് തലങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ മാറ്റുന്ന ദുഷ്ടഭോരികളുടെ ഹാലലൂയ ആലോചനകളുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി എബേസിനെ പോലെ നമ്മുടെ ഏതാവശ്യങ്ങൾക്കും ഹാലലൂയ മതിയായവനാണ് ഞാൻ സേവിക്കുന്ന ദൈവമെന്നൊന്ന് വിശ്വസിച്ചുകൊണ്ട് ഹാലലൂയ അവൻ എനിക്ക് മറുപടി നൽകുമെന്നും അവൻ എന്റെ പ്രശ്നത്തിന് പരിഹാരമാണെന്നും വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ അടുക്കലേക്ക് എബേസിനെ പോലെ പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹാലലൂയ. ദൈവമക്കളെ, നമ്മുടെ ഏത് വിഷയഘട്ടങ്ങളിലും ചാരുവാൻ മറ്റാരിലും ഉന്നതനാണ് നമ്മുടെ കർത്താവ്. ഹാലലൂയ. തിരുമുഖം അന്വേഷിച്ചിട്ടുള്ള ഒരുവനെ പോലും അവൻ കൈവിട്ടിട്ടില്ല. സ്തോത്രം. ഹാലലൂയ. ഇന്ന് രാത്രി എത്ര പേർ പറയും, ഹാലലൂയ, ഞാൻ സേവിക്കുന്ന എന്റെ കർത്താവ്, ഞാൻ പിൻപറ്റുന്ന എന്റെ കർത്താവ് എനിക്ക് ഏറ്റവും മതിയായവനാണ്. ഹാലലൂയ. അവന്റെ തുല്യനായി ആരുമില്ല. ഹാലലൂയ. നിങ്ങളുടെ പിന്നിട്ട ദിവസങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാട്ട് നമ്മളൊക്കെ നമ്മുടേതായ ഷോർട്ട്കട്ടിൽ എത്രയോ മേഖലകളിൽ ആശ്രയത്തിനായിട്ട് പോയിട്ടുണ്ട്. ആ വഴികളൊക്കെ അടഞ്ഞപ്പോൾ അവിടെയൊക്കെ സഹായങ്ങളില്ലാതെ വന്നപ്പോഴും ഹാലലൂയ നമ്മുടെ അവിശ്വസ്തകളെ പോലും കണക്കിടാതെ നമ്മെ നടത്തിയ ഒരു ദൈവത്തെയാ നാം സേവിക്കുന്നത്. സ്തോത്രം. ഹാലലൂയ. അവൻ നമ്മെ ഇന്നും നടത്തുവാൻ ശക്തനായി തന്റെ മുഖത്തേക്ക് നോക്കിയവരെ ആരെ അവൻ ലജ്ജിപ്പിക്കാതെ അവരുടെ മുഖം പ്രകാശമാക്കി കൊടുത്തുകൊണ്ട് ദൈവം നടത്തുന്ന ഒരു കർത്താവാകയാൽ നമ്മുടെ കർത്താവിൽ തന്നെ നമുക്കെല്ലായ്പ്പോഴും ആശ്രയിപ്പാൻ ദൈവം ഇടവരുത്തുമാറാകട്ടെ. ഹാലലൂയ. ഒരിക്കലും നമ്മെ തിരസ്കരിക്കാത്ത, തള്ളിക്കളയാത്ത, ഉപേക്ഷിക്കാത്ത, നമ്മെ കരുതുന്ന ഇത്ര നല്ല ഒരു കർത്താവ് വേറെ ഇല്ല എന്ന് ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ അക്കരമുയർത്തി ഒന്ന് ധൈര്യത്തോടെ പറയും. ഹാലലൂയ. ദൈവമക്കളെ, മറ്റാരുമില്ല, അവന് തുല്യനായി ആരുമില്ല. നമ്മുടെ ഏത് പ്രശ്ന
കാലഘട്ടങ്ങളിലും നമ്മെ സഹായിപ്പാനായിട്ട്. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടിയതുപോലെ ആശ്രയം യേശുവിൽ എന്നതിനാൽ ഞാൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഓ, ഇന്ന് രാത്രി അത് തന്നെയാണ് നമ്മുടെ സാക്ഷ്യം. ഹല്ലേലൂയ. ആശ്രയിപ്പാൻ ഇത്രമാത്രം യോഗ്യനും ഹല്ലേലൂയ സഹായകനുമായി വേറൊരാൾ നമുക്കില്ല. ഹല്ലേലൂയ. എത്ര നല്ല കർത്താവിനെ ഓർത്ത ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എബ്ബേസിന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥനയുടെ 4 പ്രത്യേകതകളാണ് ഞാൻ പറയുവാനായിട്ടിടയായത്. ഇനി നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ച 4 വിഷയങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ 1-ാം ഭാഗത്ത് നാം ചിന്തിച്ചു എബ്ബേസിന്റെ പ്രാർത്ഥനയുടെ 4 പ്രത്യേകതകൾ. ഹല്ലേലൂയ. ഒന്ന്, എബ്ബേസിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നിശ്ചയമുണ്ടായിരുന്നു തന്റെ പ്രാർത്ഥനയിൽ. ദൈവം തന്റെ മറുപടിക്ക് ആൾ നൽകുവാൻ ശക്തനെന്ന്. സ്തോത്രം. നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിച്ചു. സ്തോത്രം. ഇറ്റ് വാസ് എ പ്രയർ വിത്ത് എ കോൺഫിഡൻസ്, എ പ്രയർ വിത്ത് എ ഫെയ്ത്ത്. ഹല്ലേലൂയ. ദൃഢമായ ആഴമേറിയ ഒരു വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയായിരുന്നു. 2, ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിൽ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനയായിരുന്നു എബ്ബേസിന്റെ പ്രാർത്ഥന. 3, ഇത് ദൈവത്തിൽ നിന്ന് ദൈവം തന്നെ തന്റെ എക്സ്റേ കിരണങ്ങളോക്കാൻ ആഴമേറിയ തന്റെ കണ്ണുകളാൽ തന്നെ നോക്കിക്കൊണ്ട് എബ്ബേസിനെ കുറിച്ച് പറഞ്ഞ തന്റെ ജീവിതത്തിന്റെ മുഖമുദ്രയായ തന്റെ സാക്ഷ്യം തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിക്ക് കാരണമായി തീരുവാനായിട്ടിടയായി. ഹല്ലേലൂയ. അത് മറ്റൊന്നുമല്ലായിരുന്നു, ദൈവം അവനെ കുറിച്ച് സാക്ഷിക്കുന്നു. അവൻ തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഓ, ആ മാന്യത നമ്മുടെ ജീവിതത്തിന്റെ ഒരു മുഖമുദ്രയായി മാറട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. ഓ, ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു മച്യൂരിറ്റി നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്നവനായി, ദൈവത്തെ സ്നേഹിക്കുന്നവനായി, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ഒരുവനായിരുന്നു എബ്ബേസ് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. 4, നാം കണ്ടു ഹല്ലേലൂയ തന്റെ ആവശ്യത്തിൽ മറ്റെങ്ങും പോകാതെ ഹല്ലേലൂയ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ അവൻ ആശ്രയിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആ ഒരൊറ്റ അടിസ്ഥാനത്തിൽ ആ വാക്യങ്ങളുടെ അവസാനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എബ്ബേസ് ദൈവത്തോട് അപേക്ഷിച്ചത് ദൈവം അവന് നൽകുവാനായിട്ടിടയായി. സ്തോത്രം. ഹല്ലേലൂയ. എബ്ബേസിന്റെ പ്രാർത്ഥനയുടെ 4 വിശേഷതകൾ ദൈവം സഹായിച്ചാൽ അടുത്ത ആഴ്ചയില് നമ്മുടെ ഓൺലൈൻ പ്രയറിൽ ആ 4 പ്രാർത്ഥനാ വിഷയങ്ങളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളാകയാൽ ഇന്ന് ആ വിഷയങ്ങൾ എടുത്താൽ നമുക്ക് തീർക്കുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തതിനാൽ അടുത്ത ആഴ്ചയില് ഈ വിഷയത്തിന്റെ അടുത്ത ഭാഗങ്ങള് നമുക്ക് ചിന്തിക്കുവാനിടയാകട്ടെ. ഒരു നിമിഷം കൂടി നമ്മുടെ കണ്ണുകളെ ഇന്ന് രാത്രി നമുക്കൊന്ന് അടയ്ക്കാം. ഹല്ലേലൂയ. ഓ, ഗ്ലോറി ടു ഗോഡ്. എബ്ബേസ് ഒരു പുത്രനായിരുന്നു. തന്നെ ഭാരപ്പെടുത്തുന്ന പലതും തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. തന്റെ തളർത്തി കളയുന്ന അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവൻ ദൈവത്തോടുള്ള തന്റെ ബന്ധത്തെ ഹല്ലേലൂയ കാത്തു സൂക്ഷിപ്പാനായിട്ടിടയായി. അവനും ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധത്തിന് യാതൊരു കേടും സംഭവിക്കാത്ത നിലയിൽ ദൈവം അവനെ തന്നെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമായി അവനെ ഹല്ലേലൂയ ആയിത്തീരുന്ന ഒരു അനുഭവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഒരുപക്ഷെ നിങ്ങൾ വേദനയിൽ കൂടെ കടന്നു പോകാം, രോഗങ്ങളിലൂടെ കടന്നു പോകാം, ആവശ്യങ്ങളിലൂടെ കടന്നു പോകാം, നിന്ദകളിലൂടെ കടന്നു പോകാം, ഹല്ലേലൂയ, ഭാരങ്ങളിലൂടെ കടന്നു പോകാം. എന്നാൽ മറന്നു പോകരുത്, ഇതൊന്നും നീയും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് വിരോധമായുള്ള യാതൊരു തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഇടയാകാത്ത നിലയിൽ നമ്മെ സൂക്ഷിക്കുന്ന ആത്മീക ജീവിതത്തിലേക്ക് എബ്ബേസിനെ പോലെ കാത്തു സൂക്ഷിപ്പാൻ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഓ, നമുക്കൊന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ. ജീവിതത്തിൽ നിസ്സാരമായ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നില്ലേ? ഹല്ലേലൂയ. നാം ആരാണെന്നും നാം സേവിക്കുന്ന ദൈവവുമായുള്ള നമ്മുടെ ആഴമേറിയ ബന്ധത്തെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നവരായിട്ടല്ലേ പോകുന്നത്? ഇന്ന് രാത്രി നമുക്ക് മടങ്ങി വരാം, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാം. നാം ആരാണെന്ന് മറക്കരുത്, നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് മറക്കരുത്. ആ ബന്ധത്തിൽ ഒരു നിലയിലും ഒരു കാരണവശാലും ഒരു ഉരക്കൽ സംഭവിക്കുന്ന നിലയിൽ നമ്മുടെ ആത്മീക ജീവിതം പേറുവാൻ ഇടയാകാത്ത ഒരു നല്ല ആത്മീക ജീവിതത്തിനായി എബ്ബേസിനെ പോലെ ഒരുങ്ങുവാൻ ഇന്ന് രാത്രിയിൽ സ്വർഗ
സ്വർഗം നമ്മെ ഇടയാക്കട്ടെ. അങ്ങനെയുള്ള ദൈവവൈതല്യെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വർഗം സാക്ഷി പറയും, അവൻ ഏറ്റവും മാന്യനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എബ്ബേസിനെ പോലെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സ്വർഗം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാമോ? ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ പരാജയങ്ങളെ ഏറ്റുപറഞ്ഞ് കുറവുകളെ ഒന്ന് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇന്ന് കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഒരിക്കലും വചനത്തെ ഓർത്ത്, ഈ വചനം കേട്ട ദൈവമക്കളെ ഓർത്ത് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് എല്ലാവരും